ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മിറ്റത്തെ പ്ലാവുമ്മൽ നിറച്ചും നല്ലൊരു നല്ല തോരൻ വെക്കാൻ പാകമായിട്ടുള്ള ചക്കകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഏകദേശം ഒരു അത്യാവശ്യം മൂത്തൊരു ചക്ക ഉണ്ടായിരുന്നു. ഓവറായിട്ടില്ല, നമ്മൾ തോരനൊക്കെ വെക്കാൻ പാകത്തിനുള്ളൊരു ചക്കയായിരുന്നു കേട്ടോ. അത്യാവശ്യം വിളഞ്ഞതാണ് എനിക്കിഷ്ടം. ചെറുതായിട്ട് ചുള വന്ന ചക്കയാണ് എനിക്ക് തോരൻ വെക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം ഒരു മൂത്ത ചക്ക നോക്കിയിട്ടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് വെട്ടി വീട്ടിൽ വന്നു. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു നല്ലതുപോലെ അത്യാവശ്യം മൂത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ചുളയൊന്നും ഒട്ടും ആയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചക്കേൻ്റെ തൊലി കളയുക, അതിൻ്റെ നടുഭാഗത്തുള്ള കൂഞ്ഞി ഭാഗം കളയണമെങ്കിൽ കളയാം കേട്ടോ. ഞാനിത് തീരെ ചെറുതായതുകൊണ്ട് അങ്ങനെ കളഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് തന്നെയാണ് അരിഞ്ഞിടുന്നത്. ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ നമ്മുടെ കയ്യിൽ അരക്കും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറുതാക്കണമെന്നൊന്നുമില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിലല്ല, സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ചാലും മതിയാകും. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് മൊത്തത്തിലായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നല്ലതുപോലെ കഴുകുക, അതിനുശേഷം കുക്കറിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചക്ക നികക്കെ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ 2 ഫിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ചക്കയ്ക്കും ഓരോ വേവാണ്. ഞാനൊരു 2 ഫിസിലിൽ എനിക്ക് ഏകദേശം കറക്റ്റായ രീതിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഓവറായിട്ട് വെന്ത് പോവരുത്. അങ്ങനെ ആയാലും തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളൊരു 2 ഫിസിലിൽ മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഫിസിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായ രീതിയിൽ നമുക്ക് ചക്കയൊക്കെ ഇവിടെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരവിയത്, കാന്താരിമുളക് 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം, 2 ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, 2 ഇല്ലി വെളുത്തുള്ളി, കുരുമുളകിൻ്റെ ഒരു 2-3 മണി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനിയിപ്പോൾ ഇതാ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 2 വറ്റൽമുളകും അതുപോലെ തന്നെ ഒറ്റൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക തോരൻ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു സവാളയും വറ്റൽമുളകും കറിവേപ്പിലയെല്ലാം ഇട്ടിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇടിച്ചക്ക തോരന് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അത്രയ്ക്കും ടേസ്റ്റാണ്. മാത്രമല്ല ഇടിച്ചക്കയ്ക്ക് നല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഇടിച്ചക്കയ്ക്ക് മാത്രമല്ല, ചക്കേൻ്റെ എല്ലാം, പഴുത്ത ചക്കയ്ക്കാണെങ്കിലും നമ്മൾ ഇനി ചക്ക പുഴുക്കുണ്ടാക്കുന്നതാണെങ്കിലൊക്കെ എല്ലാത്തിനും ഈ ചക്ക ഐറ്റംസിനെല്ലാം പ്രത്യേക ഗുണങ്ങളാണ് കേട്ടോ. ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു ഫ്രൂട്ട് ഐറ്റമാണ് ഈ ചക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ചക്ക നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവി പോലത്തെ എന്തെങ്കിലും ഒരു കയ്യിലോ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താലും മതിയാകും. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് ഒറ്റൊരു ക്രഷ് ചെയ്ത് മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ തോരൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ വഴറ്റി വച്ച ഉള്ളിയിലേക്ക് നമ്മൾ ഇടിച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അരപ്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ തേങ്ങേൻ്റെ കൂട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നടുഭാഗത്തായിട്ട് നമ്മൾ ആ തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ തട്ടിപ്പൊത്തി ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് ഇരിക്കണം. ആ തേങ്ങേൻ്റെ ആ കൂട്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ശേഷം ഒന്നും കൂടെ മൂടി തുറന്നിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ചക്കേൻ്റെ ഒരു ചക്കയിലേക്ക് അതിൻ്റെ ആ അരപ്പൊക്കെ കാര്യങ്ങളൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഇടിച്ചക്കത്തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതായത് ആ ഒരു എണ്ണയും തേങ്ങേൻ്റെ കൂട്ടൊക്കെ ഈ ചക്കയിലേക്ക് നല്ലതുപോലെ പിടിക്കണം. അപ്പോഴാണ് ആ ഒരു ഇടിച്ചക്കത്തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റണ നല്ലൊരു തോരൻ തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് വിറ്റാമിനും ഗുണങ്ങളൊക്കെയുള്ള ഒരു തോരൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇടിച്ചക്ക നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ മറക്കാതെ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.